കടൽക്കാറ്റ് കരീമിക്കയുടെ നിറച്ച മുടികളെ തഴുകുന്നുണ്ടായിരുന്നു. ഫൈസി ഉപ്പൂപ്പയുടെ അടുത്തിരുന്നുകൊണ്ട് എന്തോ ആലോചനയിലായിരുന്നു. ഏലക്കായിട്ട് ആ ചൂട് സുലൈമാനി തിളക്കുകയായിരുന്നു. ഉപ്പൂപ്പ അടുപ്പിന് പുറത്തു വന്ന വിറകുകുളികൾ തിരികെ തീയിലേക്ക് തന്നെ ചേർക്കുന്നു. 2 ഗ്ലാസുകളിലേക്ക് ആ സുലൈമാനി പകർത്തി വീഴ്ത്തുമ്പോൾ ചൂടാവിയും അതിനോടുള്ള ആ ഏലക്കാമണവും ഫൈസിയെ ചിന്തകളിൽ നിന്നുണർത്തി. 1 ഗ്ലാസ് സുലൈമാനി കരീമിക്ക അവന് നേർക്ക് നീട്ടി. തൻ്റെ കയ്യിലെ സുലൈമാനി ആസ്വദിച്ച് കുടിക്കുകയായിരുന്നു അദ്ദേഹം. ആ കടലിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എങ്ങനെ ഉപ്പൂപ്പ സാധിച്ചു? ഏത്? കനം കുറച്ച് ഒരു പുഞ്ചിരിയോടെ കരീമിക്ക അത് ചോദിച്ചു. അല്ല, ഉമ്മുമാനെ നിൽക്കാതിന് ബിരിയാണി വെക്കാൻ പോയിട്ട് ഉമ്മുമാനെ തന്നെ കെട്ടിയത്? ഫൈസി തൻ്റെ ആ സംശയം ഒരിക്കൽ കൂടി ചോദിച്ചു. പലപ്പോഴും ചോദിച്ച ആ ചോദ്യം ഉപ്പുപ്പാൻ്റെ ഒരൊറ്റ ചിരിയിൽ അവസാനിക്കുകയാണ് പതിവ്. തൻ്റെ പ്രണയത്തെക്കുറിച്ചും നിക്കാഹിനെക്കുറിച്ചുമൊക്കെ ഓർക്കുമ്പോൾ ഉപ്പൂപ്പ പതിയെ കണ്ണുകളടക്കും. എന്നിട്ട് പുഞ്ചിരിക്കും. നല്ലൊരു സുലൈമാനി ആസ്വദിച്ചു കുടിക്കുന്ന ആ ഒരു സംതൃപ്തിയോടെ നാവിൽ ആദ്യമായി ചേർത്ത് കിട്ടിയ മധുരം ഉള്ളിലേക്ക് അലിയിക്കുന്ന പോലെ ഇന്നും മായാതെ നിൽക്കുന്ന ആ പ്രണയത്തിൻ്റെ അംശം ആസ്വദിച്ച് അതിൽ അലിയുന്നത് പോലെ തോന്നും. ഉപ്പൂപ്പ, നിങ്ങൾ പറ. കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ തടുക്കാൻ ആർക്കും കഴിയൂല. അത് തന്നെയാ അന്നും സംഭവിച്ചത്. അതെങ്ങനെയാണ് ഉപ്പൂപ്പ? ഒറ്റ ദിവസം കൊണ്ട് പ്രണയവും നിക്കാഹൊക്കെ? ഉപ്പൂപ്പ ചിരിച്ചുകൊണ്ട് കൈകളിലെ സുലൈമാനി കുടിച്ചുകൊണ്ട് കരീമിക്ക ചിരിച്ചു. എന്തോ ഉപ്പൂപ്പ ചിരിക്കണേ? എന്നോട് ആരാ ഫൈസി ഒരു ദിവസം കൊണ്ടാണ് പ്രണയവും നിക്കാഹും നടന്നെന്ന് പറഞ്ഞ്? പിന്നെ ഫൈസി ആകാംക്ഷയോടെ അത് കേൾക്കാൻ കാത്തിരുന്നു. കയ്യിലെ ആ ചൂട് സുലൈമാനി ചുണ്ടിനോട് ചേർത്ത് ഒന്ന് ആസ്വദിച്ച ശേഷം പതിയെ വായിലേക്ക് ഒഴിച്ച് കണ്ണുകൾ അടച്ചപ്പോൾ കരീമിക്ക ആ പഴയ കാലത്തിലേക്ക് എത്തിയ പോലെ. മൗലവീൻ്റെ മോളുടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ സഹായിക്കാൻ ഉസ്താദിൻ്റെ കൂടെ പോയ ആ ചെക്കൻ ബിരിയാണി പാത്രത്തിൽ നിന്ന് ആവി വന്നപ്പോൾ പതിയെ കണ്ണൊന്ന് മാറ്റിയപ്പോൾ കണ്ടത് ആ ഹൂറിയെ 14 രാവുദിച്ച അഴക്. പക്ഷേ അവളുടെ ആ ചിരിയിൽ അഴകില്ല. എന്തിനോടെന്ന പോലെയെല്ലാം യാന്ത്രികമായി നടന്നു. അവളാണ് ഈ ചുരുക്കാനും മറ്റുമായി ഒരുപാട് പേര്. ഒപ്പനയും പാട്ടൊന്നും അവൾ ശ്രദ്ധിച്ചതേയില്ല. അവൾ മറ്റൊരു ലോകത്തായിരുന്നു. അവളെ കണ്ടത് മുതൽ ഞാനും. പക്ഷേ പെട്ടെന്ന് അതൊരു വല്ലാത്ത വിങ്ങലായിട്ട് കയറി കൂടിയപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പോവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. പലവട്ടം ഞാൻ ഓളെ അന്ന് കണ്ടു. ഫൈസി, എന്നെ കാണുമ്പോൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടത് അതെന്ത് വികാരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, എൻ്റെയും മോളുടെയും റൂഹ് പടച്ചോൻ പരസ്പരം ബന്ധിപ്പിച്ചതുപോലെ കിട്ടില്ലെന്നറിഞ്ഞാലും നമ്മൾ അതിനെ നോക്കിപ്പോകും ഫൈസി. പിറ്റേന്ന് രാവിലെ നിക്കാഹിൻ്റെ നേരടുത്തു. അവളുടെ ഉള്ളിൽ ആ ചിരിയില്ല. ഒന്നും കാണാതിരിക്കാൻ ഞാൻ പാചകപ്പൊരി തന്നെയായിരുന്നു. എങ്കിലും അവസാനമായിട്ട് ഓളെ ഒന്ന് കാണാൻ വേണ്ടി അവിടേക്ക് പോയി. പെട്ടെന്ന് ആരൊക്കെയോ വന്നു. മുഖത്ത് മുഴുവൻ എന്തൊക്കെയോ ദേഷ്യം, സങ്കടം, പരസ്പരം വഴക്കായി ഉന്തും തള്ളുമായി. അപ്പം എനിക്ക് ആകെ മനസ്സിലായത് ഒന്ന് മാത്രം: ഓളെ കെട്ടാൻ പോയവൻ അവരെ ചതിച്ചു. ഓന് വേറെ കെട്ടിയോളും കുട്ടികളൊക്കെ ഉണ്ട്. നിക്കാഹ് നടക്കില്ലെന്ന് മാത്രം അറിഞ്ഞു. ആ സമയത്ത് എൻ്റെ നോട്ടം അവളിലേക്ക് തിരിഞ്ഞു. അത് പ്രതീക്ഷിച്ച പോലെ അവൾ എന്നെയും. ആ തിരക്കിനിടയിൽ എങ്ങനെ എന്നെ കണ്ടെന്നൊന്നറിയില്ല. പക്ഷേ അത് ഈ കിസ്മത്ത് കൂട്ടിച്ചേർത്തതാവാം. ഫൈസി, എന്നെ നോക്കിയുള്ള ആ സമയത്തോടെ ആ ചിരി, യാ അല്ലാഹ്, അന്നെനിക്ക് കിട്ടിയ ആ ചിരിയാണ് ഫൈസി ഞാൻ കണ്ട ഏറ്റവും സുന്ദരമായ പുഞ്ചിരി. കരീമിക്ക സുലൈമാനി ഒരിക്കൽ കൂടി കുടിച്ചു. ഫൈസി ആ പ്രണയലോകത്തായിരുന്നു കരീമിക്കയുടെ കൂടെ. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. അവളെ കാണാൻ വേണ്ടി പലവട്ടം ആരും അറിയാതെ പോയി. പലയിടത്തും വെച്ച് കണ്ടു. പരസ്പരം പ്രണയം കൈമാറിയില്ല. ഓരോ പുഞ്ചിരി മാത്രം. പിന്നീട് അത് ഞാൻ അവൾക്കായി ഉണ്ടാക്കിയ രുചികളിൽ കൂടി അവളിലേക്ക് എത്തി. പ്രണയം പറയാനുള്ള ഏറ്റവും വലിയ വഴിയും ഈ രുചിയാ മോനെ. മനസ്സ് നിറക്കണം. അതിലെനിക്ക് അവളോടുള്ള പൂർണ്ണമായ പ്രണയമായിരുന്നു. അത് അവൾ രുചിക്കണം. ഒടുവിൽ വീട്ടുകാരെയും ഉസ്താദിനെയും കൊണ്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. ഓളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ചു. അതാ നിക്കാഹി തന്നെ അവസാനിച്ചു. ആ ഹൂറീനെ, എൻ്റെ ഉമ്മമാനെ ഞാൻ നിക്കാഹ് കഴിച്ചു. അവസാനത്തുള്ളി സുലൈമാനി ആസ്വദിച്ചിറക്കിയ ശേഷം കരീംക്ക് തൻ്റെ കണ്ണുകൾ തുറന്നു. സൂര്യൻ ആ ചക്രവാള സീമയിൽ അസ്തമിക്കാറായിരുന്നു. അങ്ങ് ദൂരെ മനോഹരമായ സൂഫി ഗാനം അതിന് കൂടുതൽ സൗന്ദര്യമേകി.
റൂഹിന്റെ കൂടിച്ചേരൽ. അതായിരുന്നു ആ പ്രണയം.